എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെറിയാണ്. ചെറി ഇപ്പോ അവളുടെ ആ ഗ്രാമത്തിലെ സ്കൂളിൽ നിന്ന് സിറ്റിയിലെ സ്കൂളിലേക്ക് പോവാണ്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ടീം. സാധാരണ പാക്ക് ചെയ്യുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയാൻ നോക്കില്ലേ, പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ലല്ലോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ. അങ്ങനെ അത് വേണോ ഇത് വേണോ എന്നൊക്കെ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ എല്ലാം വേണം, അതൊക്കെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ളതാണെന്ന് പറഞ്ഞ് അവൾ എല്ലാ സാധനവും എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു വെക്കുന്ന ടീം ഒരു കറുത്ത കോട്ട് അച്ഛനെടുത്ത്, ഇത് നിന്റെ കോട്ടാണോ, ഇത് വേണോ എന്ന് തിരക്കുമ്പോൾ അവൾ അത് നോക്കി ഒന്ന് അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാം. കാരണം ആ കോട്ട് അവളുടേതല്ല, അത് ജിയാങ്ങിന്റേതാണ്. ഈ ടൈമാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ജിയാങ് ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അമ്മ എത്തി അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അത് ചെറിയോട് നേരിട്ട് പറയാതെ ആ കോട്ടാകട്ടെ അവൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിരുന്നു. നീ ഇത് കൈ വെച്ചോ, എന്തെങ്കിലും ഞാൻ ഇവിടുന്ന് പോയാൽ ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ നിന്റെ അടുത്തേക്ക് മടങ്ങി എത്തുമെന്ന് അവൻ പറയുന്ന ടീം, ഓ നീ ഈ നാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോയാ അങ്ങനെ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, ഇവിടുന്ന് സിറ്റിയിൽ പോയ ആരും അങ്ങനെ തിരിച്ചു വന്നിട്ടില്ല എന്നല്ല അവൾ പറയുമ്പോ, പക്ഷെ ഞാൻ വരും, ഈ കോട്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്, ഇതെനിക്ക് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അറിയില്ലേ, ഞാൻ പൊന്നുപോലെ നോക്കുന്ന കോട്ട ഇത് എന്നിങ്ങനെ അവൻ പറഞ്ഞിരുന്നു. പക്ഷെ ഈ കോട്ട് അവളെ അന്ന് ഏൽപ്പിച്ചിട്ട് പോയ അവൻ തിരിച്ചു വന്നതുപോലും ഇല്ലല്ലോ. കൂടാതെ ഇപ്പോഴേ അവനെ അന്വേഷിച്ച് അവൾ അങ്ങോട്ട് ചെന്നപ്പോ അവൻ അവളെ അറിയില്ല എന്ന് പോലും. അതുകൊണ്ട് ആകെ മൊത്തത്തിൽ കലി ഇളകിയിരിക്കുന്ന അവളാകട്ടെ അത് വേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞത് കളയാനേ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് അവൾ സിറ്റിയിലേക്ക് പോവാണ്. അവിടെ എത്തുന്ന അവളെ ഫ്രണ്ട്സ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നായി കൊണ്ട് നടന്ന് കാട്ടി കൊടുക്കുന്നുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 3 പയ്യന്മാരാണല്ലോ, യുവും കൈയും ഷൂവും. അങ്ങനെ അതിന്റെ ഇടയിൽ അവൾക്കാകട്ടെ ഇവരാകട്ടെ കുറച്ചധികം നാളായിട്ട് ഈ സിറ്റി താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുക്കും മൂലയും എല്ലാം അറിയാം. ഒന്നും തന്നെ ഇവൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ അവൾക്കുണ്ട്. ഇപ്പൊ തന്നെ രാത്രി അവനൊന്നും പുറത്ത് പോയ ശേഷം അവന്മാര് ഫുഡ് മേടിക്കാനൊന്ന് മാറിപ്പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അവൾ ആകെ പേടിക്കുന്നുണ്ട്. അവൾ ആകെ പാനിക്കായി നിൽക്കുമ്പോൾ എന്തായാലും അവര് മടങ്ങി എത്തുന്ന ടീം ആദ്യം അവൾ എന്നെ കൂട്ടാതെ എന്തിനാ പോയത്, ഞാനാകെ പേടിച്ചു പോയില്ലേ എന്നൊക്കെ പരിഭവം പറയുന്നുണ്ടെങ്കിലും എന്നാലും സാരമില്ല, ഞാൻ ഒറ്റയ്ക്കായാലും കണ്ടുപിടിച്ച് വരും എന്നൊക്കെ പിന്നീട് ചാടയിടുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നതും കറങ്ങി നടന്ന് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്നതും ഒക്കെ തന്നെ ജിയാങ് കാണുന്നുണ്ടായിരുന്നു. അവന്റെ വീടിന്റെ മുമ്പിൽ കൂടിയൊക്കെയാണ് ഇവർ പോകുന്നത്. ഈ ഒരു ടീം അവൻ ഇവരുടെ കൂടെ കൂട്ടുകൂടി നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അവൻ അതിന് സാധിക്കുന്നില്ല. ഇവിടെ അവൻ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഒരു സന്തോഷം ഇല്ലാണ്ട് മനസ്സിൽ ആഗ്രഹമുള്ള കാര്യമൊന്നും ചെയ്യാൻ സാധിക്കാതെ കൂട്ടിലടച്ച കിളിയെ പോലെ ഏതാണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ലേ, അതേ കണക്കാണ് അവന്റെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് അവന്റെ സങ്കടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം ഇവരെല്ലാരും സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട്. ഇനി +1 +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ആവാൻ പോവാണ്. +1 ആയതുകൊണ്ട് തന്നെ ഇവർ പല സ്ട്രീംസ് ആണല്ലോ എടുക്കുന്നത്. ഒരാൾ മാത്രം സയൻസ് അല്ല, ബാക്കിയുള്ളവർക്ക് സയൻസ് സ്ട്രീം തന്നെ കിട്ടുന്നുണ്ട്. സയൻസ് സ്ട്രീമിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികൾ എന്ന രീതിക്ക് ഡിവിഷനെ വേർതിരിക്കുന്നുണ്ട്. അങ്ങനെ വേർതിരിക്കുമ്പോൾ എന്തായാലും ചെറി മുന്നേ പറഞ്ഞ കണക്ക് തന്നെ അവൾ ജിയാങ്ങിന്റെ ക്ലാസ്സിൽ തന്നെയാണ് വരുന്നത്. അത് കാണുമ്പോൾ ഇപ്പോൾ അവൾ കുറച്ച് സന്തോഷിക്കുന്നുണ്ട്. ആക്ച്വലി അവനോട് കുറച്ച് സൗന്ദര്യപ്പിണക്കാണെങ്കിലും അവന്റെ ക്ലാസ്സിൽ എത്തുക എന്നത് അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതേ ടീം തന്നെ അവിടെ ഒരു കൺഗ്രാറ്റുലേഷൻ പോസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. ഒളിമ്പിയാഡ് മത്സരത്തിൽ നാഷണൽ ലെവലിലേക്ക് ജിയാങ് സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു അത്. അത് കാണുമ്പോഴും അവനെപ്പറ്റി എല്ലാവരും ഭയങ്കര കാര്യമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അവളുടെ മുഖത്ത് ചെറിയൊരു ചിരി വരുന്നത് നമുക്ക് കാണാം. ഇതേ ടീം ജിയാങ്ങിന്റെ കൂടെയുള്ള ആ ലിയാങ്ങും ഒപ്പം തന്നെ അവന്റെ മറ്റൊരു ഫ്രണ്ട് ഉണ്ടല്ലോ കങ്, അവരുടെ ക്ലാസ്സിൽ തന്നെ ജിയാങ്ങിന് ലവ് ലെറ്റേഴ്സ് എഴുതാറുണ്ടായിരുന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയും ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒന്ന് അപ്സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്ന് വന്ന പെൺകുട്ടി എന്ന ആ ഒരു ടാഗ് ലൈനിൽ അവളെ ഇവർ നോക്കി കാണുന്നത് കൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് പഠിക്കും, ജിയാങ്ങിന്റെ അതേ ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടും എന്നൊന്നും ഇവർ കരുതിയിരുന്നില്ല. എന്തായാലും ഇവർ അവളെ വളരെയധികം നോട്ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചെറി എന്നാണല്ലോ ആ കത്തുകളിലൊക്കെ തന്നെ നമ്മുടെ ചെറിയെ അവൾ തന്നെ ജിയാങ്ങിന് കത്തെഴുതിയപ്പോ പറഞ്ഞിരുന്നത്. ജിയാങ്ങായിട്ട് ഇവളെ അറിയത്തില്ലെന്ന് അവന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ പറയുകയും ചെയ്തു. പിന്നെ ഇവളുടെ ഒഫീഷ്യൽ പേര് ലിൻ എന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ലിൻ എന്നൊക്കെ പറഞ്ഞ് അവളുടെ പേര് നോട്ടീസ് ബോർഡിൽ കാണുമ്പോഴും അപ്പോ ഇവളല്ല കത്തെഴുതിയ പെണ്ണെന്നൊരു തോന്നലും ജിയാങ്ങിന്റെ ഫ്രണ്ട്സിന് വരുന്നുണ്ട്. അവർക്ക് സത്യം 100% ഇപ്പൊ വെളിപ്പെട്ടിട്ടില്ല ഇവൾ തന്നെയാണ് കത്തെഴുതിയ പെൺകുട്ടി എന്ന കാര്യമൊന്നും. പക്ഷെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാൽ അല്ലെന്നൊരു തോന്നലും ഉണ്ട്. അവനാകട്ടെ അവൾ തന്റെ ക്ലാസ്സിലാണ് വരാൻ പോകുന്നത് എന്ന ഒരു കാര്യം ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു നോട്ടീസ് ബോർഡ് നോക്കി മനസ്സിലാക്കുന്നത് നമുക്ക് കാണാം. പഠിക്കുന്ന കുട്ടികളെ പ്രത്യേകമായ ഒരു ഡിവിഷനിലാക്കുന്ന ഏർപ്പാട് ചൈനീസ് സ്കൂളുകളിലുണ്ട്. അതേ കണക്കാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ഡിവിഷൻ നല്ല മാർക്ക് മേടിച്ചാണല്ലോ ചെറി ഇവിടെ അഡ്മിഷൻ നേടിയത്. അതുകൊണ്ടാണ് അവളെ ആ ഒരു ഡിവിഷനിൽ ചേർത്തിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ജിയാങ്ങിന്റെ അച്ഛനൊക്കെ എത്തുന്നുണ്ട്. ജിയാങ്ങിന് ഒളിമ്പ്യാഡിൽ നാഷണൽ ലെവലിൽ പോകാൻ സെലക്ഷൻ എന്ന കാര്യം അറിഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനേ ആ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഇവരുടെ പരിചയക്കാരുൾപ്പെടെയുള്ള എല്ലാവരെയും വിളിക്കുന്നു. അതായത് നമ്മുടെ ചെറിയും അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെ കൂടി എല്ലാവർക്കും കൂടി ഒരു ഡിന്നർ. അങ്ങനെ അവിടെ പോകുമ്പോൾ തീർച്ചയായും അവിടെ ജിയാങ് ഉണ്ടാവും എന്ന കാര്യം കൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ അവൾ വരണ്ടെന്ന രീതിക്ക് അമ്മ പറയുന്നുണ്ടെങ്കിലും ഇല്ല എനിക്കൊരു കുഴപ്പമില്ല ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ആ പാർട്ടിയിൽ അങ്ങനെ പങ്കെടുക്കുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവനാകട്ടെ അവളുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജിയാങ് ചെറിയ ഭയങ്കരമായി കെയർ ചെയ്യുന്നുണ്ട്. അവൾക്ക് കഴിക്കാനേ ഓരോന്ന് എടുത്തു കൊടുക്കുകയും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അങ്ങനെ ഭയങ്കര കെയർ ആയിട്ട് പെരുമാറുമ്പോൾ അവൾക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ലെങ്കിലും ഒന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കുന്നു.
ഇതേ ടീം ഫ്രണ്ട്സ് ആകട്ടെ ചെറിയ ചെറിയ എന്ന് തന്നെയാണ് ലിന്നിനെ ഇവിടെയും വിളിക്കുന്നത്. ഇടയ്ക്ക് അവർക്കിടയിൽ നിന്നെ ലിന്നെന്ന് വിളിച്ചാൽ മതിയോ എന്ന രീതിക്ക് ഒരു ടോക്ക് വരുമ്പോൾ എന്നെ നിങ്ങളൊക്കെ ചെറിയെന്ന് വിളിച്ചാൽ മതി, അത് എനിക്ക് താല്പര്യമെന്ന് അവൾ ഫ്രണ്ട്സിനോട് പറയുന്നത് ജിയാങ് കേൾക്കുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ അവളോട് പിന്നീട് നിന്നെ ഫോർമൽ നെയിമിൽ ഇവിടെ എല്ലാവരും വിളിക്കുന്നത് തന്നെയാ നല്ലത്, മറ്റേത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീയും ഞാനും സ്ട്രേഞ്ചേഴ്സാ, ആ രീതിക്ക് തന്നെ മുന്നോട്ട് പോയാൽ മതിയെന്ന് അവനോട് ജാടയിൽ പറയുന്നു. ആക്ച്വലി ഈ ഒരു പാർട്ടി ഒളിമ്പ്യാഡിൽ സെലക്ഷൻ കിട്ടിയതിന് ജിയാങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പാർട്ടി അല്ല, ഇവിടേക്ക് നല്ല മാർക്ക് മേടിച്ച് അഡ്മിഷൻ നേടിയതിന് ചെറിക്ക് വേണ്ടി അവളുടെ പേരൻസും കൂടി നടത്തുന്ന ഒരു പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളാട്ടെ പാർട്ടി കഴിഞ്ഞിട്ട് ക്വിന്നിങ്ങോട്ടേക്ക് അവളുടെ അച്ഛൻ്റെ കൂടെ ഷോപ്പിൽ നിൽക്കാൻ വേണ്ടിയുള്ള തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ട് വരാഞ്ഞത് കൊണ്ട് തന്നെ അവർക്കുള്ള പങ്ക് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ക്വിന്നിനോട് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നീ എന്തുകൊണ്ടാ സയൻസ് തന്നെ എടുത്തതെന്ന ക്വിന്നിന്റെ ചോദ്യത്തിന് എന്താ എനിക്ക് സയൻസ് എടുത്തൂടെ, ജിയാങ് സയൻസ് എടുക്കുമ്പോൾ ഞാൻ സയൻസ് എടുത്ത എന്തോ കുഴപ്പമെന്ന് പെട്ടെന്നൊരു ഇതില് ചെറി പറയുന്നത് കേൾക്കുന്ന അവൾ ഇപ്പോഴും അവന്റെ പുറകിന് അവൾ പുറമെ അങ്ങനെ അല്ലാന്ന് കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ അവനാണ് അവളുടെ മനസ്സിലെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഒരേ ക്ലാസ്സിലാണല്ലോ നമ്മുടെ ചെറിയും ജിയാങ്ങും. ആ ടീം ചെറിക്ക് ഒരു ഇംഗ്ലീഷ് ഡയലോഗ് എക്സസൈസ് ടീച്ചർ കൊടുക്കുന്നുണ്ട്. ഈ ടീം ജിയാങ് വോളണ്ടിയർ ആയി അവളുടെ പെയർ ആവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കിടയിലെ ഒരു കോൺവെർസേഷൻ ആണ് അവിടെ ഇപ്പൊ അവർ ചെയ്യേണ്ടത്. അതിന് ടോപ്പിക്കായി അവൻ തിരഞ്ഞെടുക്കുന്നത് അവന് വളരെ പ്രിയപ്പെട്ട കുറെ മെമ്മറീസ് സമ്മാനിച്ച ഒരു ഫ്രണ്ടിനെ പറ്റിയാണ്. അങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നൈസ് ടു മീറ്റ് യു എന്ന് അവൾ പറയുമ്പോഴേ അവൻ തിരുത്തുന്നുണ്ട്. നൈസ് ടു മീറ്റ് യു എന്ന് മറ്റൊരാളോട് പറയേണ്ടത് അവർ ഫസ്റ്റായി കണ്ട് സംസാരിക്കുമ്പോഴാണ്. പിന്നെ പരിചയമുള്ള ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒക്കെ ഇതുപോലെ രണ്ട് ഫ്രണ്ട്സിന്റെ കോൺവെർസേഷൻ ഇടയിലൊക്കെ സംസാരിക്കുമ്പോൾ നൈസ് ടു സീ യു എന്നാണ് പറയേണ്ടതെന്ന് പറയുന്നവൻ പിന്നീട് ബാക്കി കോൺവെർസേഷനിൽ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഫ്രണ്ട്, നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഫ്രണ്ട്, അവന്റെ പേരിന്റെ മനോഹരമായ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്ത ഫ്രണ്ട് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവളെ തന്നെയാണ് അവൻ ഈ പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവാത്ത കണക്ക് അവൾ ജാടയിലിരിക്കുന്നു. എന്തായാലും അവരുടെ ആ കോൺവെർസേഷൻ കഴിഞ്ഞ ശേഷം ഏതോ ഒരു കുട്ടി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ജിയാങ്ങിനോട് ഏതാണ് ആ ഫ്രണ്ട് എന്ന്. അത് കേൾക്കുന്നവൻ എന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ് ആ ഫ്രണ്ട് എന്ന് മാത്രം മറുപടി പറയുന്നതും അവൾ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ആക്കാതെ ഇരിക്കുന്നു. അങ്ങനെ അന്ന് ക്ലാസ് കഴിയുമ്പോൾ അവൻ അവളോട് വീണ്ടും സംസാരിക്കാനായി ചെല്ലുന്നുണ്ട്. ആ ടീമും അവളായിട്ട് അവനെ അറിയാത്ത കണക്ക് സംസാരിക്കുമ്പോൾ അവൻ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് അവന്റെ പേര് ജിയാങ് എന്നാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്ന ഒരു ഇൻട്രോ കണക്ക്. അത് കേൾക്കുന്ന അവൾ അപ്പോഴും അവനെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോവാണ്. ഒരിക്കൽ അവളെ അറിയില്ല എന്ന് പറഞ്ഞ അവൻ ഇനി എത്രത്തോളം പിറകെ നടന്ന് കൂട്ടുകൂടാൻ നോക്കിയാലും മൈൻഡ് ചെയ്യില്ല എന്ന ആ ഒരു വാശി അവളുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. സ്കൂൾ അവധിയുള്ള ദിവസം അവരൊക്കെ അടുത്തുള്ള ഒരു അക്വേറിയം കാണാനേ പോകുന്നുണ്ട്. ആക്ച്വലി ക്വിന്നാണ് അങ്ങോട്ടേക്ക് പോകാന്ന് ചെറിയോട് പറഞ്ഞത്. പക്ഷേ അവൾ ബാക്കി ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ ചെല്ലുമ്പോൾ ക്വിൻ നൈസായിട്ട് ഓരോ തിരക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ അവിടെ ആ ഒരു അക്വേറിയത്തിൽ നിന്ന് ഓരോന്ന് കാണുന്ന ടീം ജെല്ലി ഫിഷിനെ ഒക്കെ കാണുമ്പോൾ പണ്ട് ജെല്ലി ഫിഷിനെ പറ്റിയൊക്കെ ജിയാങ്ങിനോട് പറഞ്ഞതൊക്കെ ആലോചിച്ച് ചെറിയ കുറച്ചു നേരം അപ്സെറ്റ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത് കണ്ട് യു എന്ത് പറ്റിയെന്നൊക്കെ തിരക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നീട് അവൾ ഹാപ്പിയായി ഇവരുടെ കൂടെ അവിടെ ഡോൾഫിൻ ഷോയും മറ്റും കണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇതേ സ്ഥലത്തേക്ക് കങ്ങും ലിയാങ്ങും വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് പയ്യന്മാരുടെ കൂടെ അവരുടെ ക്ലാസ്സിലെ ആ പുതിയ പെൺകുട്ടി ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ ഉള്ളത് കണ്ട് ഇവർക്കപ്പോൾ മുന്നേ പരിചയമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്ന ഇവരെ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ചെറി ക്വിന്നിനെ കാണാനായി അവളുടെ അച്ഛന്റെ ഷോപ്പിന്റെ അവിടെ എത്തുന്നു. അവളെ കാണുമ്പോൾ നീ എന്താ വരാഞ്ഞ, നീ വരാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആക്ച്വലി അങ്ങോട്ട് പോയെന്നൊക്കെ തിരക്കുമ്പോൾ അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കായി എന്നൊക്കെ അവൾ പറയുന്ന ടീം ഇവർ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കാതെ അങ്ങോട്ടേക്ക് അപ്പൊ കയറി വരുന്ന ക്വിന്നിന്റെ അച്ഛൻ നീ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ വെറുതെ ഇരിക്കല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് ഒന്നും പോകാൻ മേലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ചെറിക്ക് അപ്പോൾ തിരക്കായതുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് ക്വിൻ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാവുന്നു. അവൾ കാര്യം തിരക്കുമ്പോൾ ഒന്നുമില്ല എന്ന് മാത്രമേ ക്വിൻ പറയുന്നുള്ളൂ. എന്തായാലും അപ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് യു എത്തുമ്പോഴേക്കും അവന്റെ അച്ഛൻ സംസാരിക്കാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനോട് സംസാരിക്കുമ്പോൾ നിനക്ക് ആരുടെയും ക്രഷ് ഉണ്ടോ എന്നൊക്കെ അച്ഛൻ തിരക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അവൻ പറയുമ്പോൾ അവന്റെ ഫോണില് ഈ ഫ്ലെയിംസ് നോക്കുന്ന കണക്ക് അവന്റെയും ക്വിന്നിന്റെയും പേര് വെച്ച് നോക്കിയിരുന്നത് അച്ഛൻ കണ്ടിരുന്നു. അതിനെപ്പറ്റി അച്ഛൻ ചോദിക്കുമ്പോൾ ആക്ച്വലി അത് അവന്റെ പേരായിരുന്നില്ല, അവന്റെ കൂടെ കസിൻ ഉണ്ടല്ലോ, കസിന്റെ പേരായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീടാണ് ഇവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛന് മനസ്സിലാവുന്നത്. എന്തായാലും അച്ഛൻ ഇവനെ തെറ്റിദ്ധരിച്ച് അപ്പോൾ ചോദിച്ചു പോയതാണ്. പിന്നീട് ഈ ഒരു കാര്യം അവന്റെ ബാക്കി ഫ്രണ്ട്സും ചെറിയും ക്വിന്നും ഒക്കെ ഉള്ളപ്പോ ഇങ്ങനെ പറയുന്ന ടീം ഫ്രണ്ട്സ് നീ ഇവളെ ഇഷ്ടപ്പെടാനോ, അയ്യേ അച്ഛൻ എന്താ അങ്ങനെ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ക്വിന്നിന് അത് ഭയങ്കര ഫീൽ ആവുകയും അവൾ അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോവുകയും ചെയ്യുന്നു. അവന്മാരതൊരു തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ക്വിന്നിന് അത് വല്ലാണ്ട് ഫീൽ ആയി എന്ന് മനസ്സിലാക്കുന്ന ചെറി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ചെറി വേഗം തന്നെ ക്വിന്നിന്റെ അടുത്തേക്ക് പോയി നീ അത് കാര്യാക്കണ്ട, അവന്മാരൊരു തമാശ പറഞ്ഞല്ലേ, ഞാൻ കണക്കിന് അവന്മാരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും ക്വിൻ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ചെറി നിനക്ക് യുവനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതാണോ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ അവര് അക്വരത്തിന്റെ അവിടേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ പിന്മാറിയതും ഇപ്പൊ ദേ അവന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നതും, ഞാനെന്താ നിന്നെപ്പറ്റി അവനോട് സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട നീ എന്നെ പറ്റി സംസാരിക്കണം,
സംസാരിക്കണ്ട, നീ കാരണം ഞങ്ങൾക്കിടയിൽ പ്രശ്നം എന്നുള്ള രീതിക്ക് അറിയാതെ ക്വിൻ പറയുന്നുണ്ട്. അത് കേട്ട് ചെറി എന്താ നീ പറയുന്നതെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴേക്കും അതൊന്നുമില്ല, പിന്നെ ഇപ്പൊ വെറുതെ എന്തിനാ എന്നെ പറ്റി അവനോട് സംസാരിക്കുന്നത്, അത് വേണ്ട നീ ഉദ്ദേശിച്ചെന്നല്ല ക്വിൻ പറയുമ്പോൾ ചെറി പിന്നെ അത് വലിയ കാര്യമാക്കുന്നില്ല. അവളോട് സാരില്ല, ഫ്രണ്ട്സ് അല്ലേ, ചുമ്മാ കളിയാക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടീമാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ആക്ച്വലി ഈ ക്വിന്നിന് യുവിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ഇഷ്ടം ഇതുവരെ അവൾ അവനോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. കാരണം അവന് ചെറിയോട് പ്രണയമുണ്ട് എന്ന് ക്വിന്നിനറിയാം. അതുകൊണ്ടാണ് അവളുടെ മനസ്സിലുള്ള യുവിനോട് അവൾ ആ ഇഷ്ടം തുറന്നു പറയാത്തത്. കാരണം യു പ്രണയിക്കുന്നത് ചെറിയാണ്. ചെറി യുവിനെ ജസ്റ്റ് ഒരു ഫ്രണ്ടായി മാത്രമാണ് കാണുന്നത് എന്ന് അറിഞ്ഞിട്ടും അവൻ ആ ഒരു പ്രണയവും കെയറും അവളോട് വളരെയധികം ഉണ്ട്. അത് അറിഞ്ഞതുകൊണ്ടാണ് ക്വിൻ അവനോട് ഇഷ്ടം തുറന്ന് പ്രകടിപ്പിക്കാത്തത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഒന്നും തന്നെ ചെറിക്കൊട്ട് അറിയേയില്ല, അവളെ യു പ്രണയിക്കുന്നു എന്ന കാര്യം. അവളുടെ മനസ്സിൽ ജിയാങ്ങിനോടായിരുന്നു താല്പര്യം. പക്ഷെ ഇപ്പോൾ അവൾക്കും ജിയാങ്ങിനും ഇടയിൽ സൗന്ദര്യപ്പിണക്കം നടക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു കിടുക്കൻ ലവ് ട്രയാങ്കിള് നടക്കാണ്. ക്വിൻ പ്രണയിക്കുന്നത് യുവിനെ, യു പ്രണയിക്കുന്നത് ചെറിയെ, ചെറി പ്രണയിക്കുന്നത് ജിയാങ്ങിനെ. ജിയാങ് പക്ഷെ തിരിച്ച് ചെറിയെ പ്രണയിക്കുന്നുണ്ടോ? ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.